ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിങ് ഫോർ അണ്ടർറൈറ്റേഴ്സിൻ്റെ സെക്കൻഡ് ക്ലാസ്സാണ്. അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ എന്താണ്, അതിൻ്റെ പേയ്മെൻറ്റ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട സെബിയുടെ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ് പറയുന്നത്, ബ്രോക്കറേജും മാനേജേഴ്സ് ഫീയും ഒക്കെ പേയ്മെൻറ്റ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കുറച്ച് തിയറി പോർഷൻസ് തന്നെയാണ്. പ്രീവിയസ് ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ഹെഡായിട്ട് എന്താണ് അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ എന്ന് നമുക്ക് നോക്കാം. ഓൾറെഡി അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ എന്താണെന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നതാണ്. അതിനെപ്പറ്റി കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് സ്പെസിഫിക് ആയിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വാട്ട് ഡു യു മീൻ ബൈ അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ? ഇറ്റ് ഈസ് ദ കൺസിഡറേഷൻ വിച്ച് ഈസ് പേയബിൾ ടു ദ അണ്ടർറൈറ്റേഴ്സ് ഫോർ അണ്ടർറൈറ്റിംഗ് ദ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് അണ്ടർറൈറ്റിംഗ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അണ്ടർറൈറ്റർ ഏറ്റെടുക്കുന്ന ആ ഒരു ലയബിലിറ്റിക്ക്, റിസ്കിന് അദ്ദേഹത്തിന് കൊടുക്കുന്ന, കമ്പനി കൊടുക്കുന്ന കൺസിഡറേഷനെയാണ്, റെമ്യൂണറേഷനെയാണ് അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദിസ് കമ്മീഷൻ ഈസ് പേയബിൾ അറ്റ് എ സ്പെസിഫൈഡ് റേറ്റ് ഓൺ ദ ഇഷ്യൂ പ്രൈസ് ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് അണ്ടർറിട്ടൺ irrespective of the fact whether or not the underwriters are called upon to take up any shares or debentures. അതേപോലെ ഈ ഒരു കമ്മീഷൻ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ആയിരിക്കും, ഒരു 1%, 2% എന്നൊക്കെ പറയുമ്പോൾ ഈ 2% എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുകൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. ദ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അറ്റ് എ സ്പെസിഫൈഡ് റേറ്റ് ഓൺ ദ ഇഷ്യൂ പ്രൈസ് ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സിൻ്റെ ഇഷ്യൂ പ്രൈസ് എത്രയാണോ ആ ഇഷ്യൂ പ്രൈസിൻ്റെ ഫിക്സഡ് സ്പെസിഫൈഡ് റേറ്റ് ആയിട്ടാണ് കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതേപോലെ എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് അവർ ഇഷ്യൂ ചെയ്യുന്ന, ആ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സിൻ്റെ ഇഷ്യൂ പ്രൈസിനെ ബേസ് ചെയ്തായിരിക്കണം റേറ്റ് ഓഫ് കമ്മീഷൻ കാണേണ്ടത്. അല്ലാതെ അവർ എത്ര നമ്പർ ഓഫ് ഷെയർസ് അണ്ടർറൈറ്റിംഗ് നടത്തുന്നു, അണ്ടർറൈറ്റിങ്ങിന് ശേഷം പബ്ലിക് വാങ്ങിച്ചതിൻ്റെ ബാക്കി ബാലൻസ് മാത്രമായിരിക്കും അവർ ഏറ്റെടുക്കേണ്ടി വരിക, അല്ലേ? ആ ഏറ്റെടുക്കുന്ന നമ്പർ ഓഫ് ഷെയർസിൻ്റെ ഇഷ്യൂ പ്രൈസിനെ ബേസ് ചെയ്തല്ല, ടോട്ടൽ എത്ര വാല്യൂ ഉള്ള ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത് ആ ഇഷ്യൂ പ്രൈസിനെ ബേസ് ചെയ്തായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ 5 lakh റുപ്പീസിൻ്റെ ഷെയർസ് ഓർ ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ ആ 5 lakhൻ്റെ 1% അല്ലെ 2% ആയിരിക്കണം അണ്ടർറൈറ്ററിന് കമ്മീഷനായിട്ട് കൊടുക്കേണ്ടത്. ഈ 5 lakh റുപ്പീസിൻ്റെ ഇഷ്യൂ പ്രൈസ് വാല്യൂ വരുന്ന ഷെയർസിൻ്റെ ഒരു 80%ഉം 4 lakh റുപ്പീസും പബ്ലിക് വാങ്ങി, ബാക്കി 1 lakh വാങ്ങേണ്ട വന്നുള്ളൂ. അപ്പോൾ 1 lakhൻ്റെ 1%ഓ 2%ഓ കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഓൾറെഡി പബ്ലിക്കിൻ്റെ മുൻപിൽ ഈ ഒരു ഇഷ്യൂ നടത്തുന്നതിന് മുന്നേ തന്നെ, പബ്ലിക്കിൻ്റെ റെസ്പോൺസ് എന്താണെന്ന് അറിയുന്നതിന് മുന്നേ ഏറ്റെടുക്കുന്ന റിസ്ക്കും റെസ്പോൺസിബിലിറ്റിയും ആയതുകൊണ്ട് തന്നെ ആ ഒരു റിസ്ക് ഏറ്റെടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇഷ്യൂ പ്രൈസ് എത്രയാണോ ആ ഇഷ്യൂ പ്രൈസിൻ്റെ ഫിക്സഡ് റേറ്റ്, സ്പെസിഫൈഡ് റേറ്റ് അണ്ടർറൈറ്ററിന് കമ്മീഷനായിട്ട് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇഷ്യൂ പ്രൈസ് എത്രയാണോ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സിൻ്റേത്, അണ്ടർറൈറ്റ് ചെയ്ത ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സിൻ്റെ ഇഷ്യൂ പ്രൈസിനെ ബേസ് ചെയ്തായിരിക്കണം സ്പെസിഫൈഡ് റേറ്റ് അണ്ടർറൈറ്ററിൻ്റെ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. സോ ദിസ് കമ്മീഷൻ ഈസ് പെയ്ഡ് ടു അണ്ടർറൈറ്റേഴ്സ്. അണ്ടർറൈറ്റേഴ്സിന് കൊടുക്കുന്ന കമ്മീഷനാണ്. ആര് കൊടുക്കുന്നതാണ്? ബൈ ദ കമ്പനി. ഇഷ്യൂ നടത്തുന്ന കമ്പനി കൊടുക്കുന്നതാണ്. അണ്ടർറൈറ്ററിന് കൊടുക്കുന്ന റെമ്യൂണറേഷനാണ്, കമ്മീഷനാണിത്. ഇൻ അഡീഷൻ ടു ബ്രോക്കറേജ് ഇഫ് എനി. ചിലപ്പോൾ കമ്പനിക്ക് ബ്രോക്കറേജ് കൊടുക്കാൻ കാണും, മാനേജേഴ്സ് ഫീ കാണും. അതായത് ഈ ഒരു ഇഷ്യൂവുമായി ബന്ധപ്പെട്ട പല ആളുകളും കമ്പനി അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടാകും. അവർക്കൊക്കെയും എന്താണ് അഡീഷണൽ ആയിട്ടുള്ള പേയ്മെൻറ്റുകൾ, അവരുടെ റെമ്യൂണറേഷൻ കൊടുക്കുന്നുണ്ടാകും. അതൊന്നും കൂടാതെ അണ്ടർറൈറ്റർ ഉണ്ടെങ്കിൽ അണ്ടർറൈറ്ററിന് തീർച്ചയായിട്ടും എന്ത് കൊടുത്തേ പറ്റൂ? അണ്ടർറൈറ്ററിൻ്റെ കമ്മീഷൻ കൊടുക്കേണ്ടതാണ്. അത് എന്തിനു വേണ്ടിയാണ്? ഫോർ ദ റിസ്ക് ദേ ബെയർ ഇൻ പ്ലേസിങ് ദ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ബിഫോർ ദ പബ്ലിക്. പബ്ലിക്കിന് മുന്നിൽ ആ ഒരു ഇഷ്യൂ നടത്തുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ഇഷ്യൂവുമായി ബന്ധപ്പെട്ട റിസ്ക് ഏറ്റെടുത്തോളാം എന്ന് പറയുന്ന ആളാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയാണ്, ആ ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് അണ്ടർറൈറ്റർ അല്ലെ അണ്ടർറൈറ്റേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർ ഏറ്റെടുക്കുന്ന ആ ഒരു റിസ്കിനുള്ള റെമ്യൂണറേഷനായിട്ടാണ് ഇഷ്യൂ പ്രൈസിൻ്റെ ഫിക്സഡ് പെർസെൻറ്റേജ് ആയിട്ട് അണ്ടർറൈറ്ററിന് കമ്മീഷൻ കൺസിഡറേഷൻ കൊടുക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഓൾറെഡി ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ, ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് കൂടിയാണ്. ഈ ഒരു ഹെഡ് വൈസ് വന്നതുകൊണ്ട് നമ്മൾ വീണ്ടും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ഹെഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പേയ്മെൻറ്റ് ഓഫ് അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ. അണ്ടർറൈറ്ററിൻ്റെ കമ്മീഷൻ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് സ്പെസിഫിക്കലി പറയുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. എ കമ്പനി ഈസ് ഓതറൈസ്
to pay such commission subject to the following restrictions. ഒരു കമ്പനിക്ക് അണ്ടർറൈറ്ററിന് കമ്മീഷനൊക്കെ കൊടുക്കാൻ പറ്റും, പക്ഷേ താഴെ പറയുന്ന റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് അതനുസരിച്ച് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എന്തൊക്കെ പോയിന്റ്സ് ആണുള്ളത്? ഫസ്റ്റ് വൺ, ദ ആർട്ടിക്കിൾസ് മസ്റ്റ് ഓതറൈസ് ദ പേയ്മെൻറ്റ് ഓഫ് സച്ച് കമ്മീഷൻ. ഒരു കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓതറൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം അണ്ടർറൈറ്ററിൻ്റെ കമ്മീഷൻ കൊടുക്കാം എന്നുള്ളൊരു കാര്യത്തിനെ. പേയ്മെൻറ്റ് ഓഫ് സച്ച് കമ്മീഷൻ, അണ്ടർറൈറ്ററിൻ്റെ കമ്മീഷൻ കൊടുക്കാനായിട്ടുള്ളൊരു ഓതറൈസേഷൻ എവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം? ആർട്ടിക്കിൾസിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് എന്താ? Commission paid or agreed to be paid must be disclosed in the prospectus, and if no prospectus is issued, in the statement in lieu of prospectus. അപ്പോൾ കമ്പനിയുടെ പ്രോസ്പെക്ടസിൽ തീർച്ചയായിട്ടും എത്ര എമൗണ്ടിൻ്റെ കമ്മീഷനാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ റേറ്റ് ഓഫ് കമ്മീഷൻ എത്രയാണെന്നുള്ള ഡീറ്റെയിൽ, അണ്ടർറൈറ്ററിന് കൊടുക്കുന്ന കമ്മീഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽ എവിടെ കാണിച്ചിരിക്കണം? പ്രോസ്പെക്ടസിൽ ഉണ്ടാകണം. പ്രോസ്പെക്ടസ് ഇല്ലാത്ത കേസിൽ അതിന് പകരം പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാ? സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലീ ഓഫ് പ്രോസ്പെക്ടസ് ആണ്. അപ്പോൾ ഏതാണോ കേസ്, ആസ് ദ കേസ് മേ ബി പ്രോസ്പെക്ടസ് ആണെങ്കിൽ അതിൽ, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലീ ഓഫ് പ്രോസ്പെക്ടസിൽ കമ്മീഷൻ പെയ്ഡ് ഓർ എഗ്രീഡ് ടു ബി പെയ്ഡ്, എത്ര കമ്മീഷൻ കൊടുത്തു അല്ലെങ്കിൽ കൊടുക്കാനായിട്ട് എഗ്രി ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽ തീർച്ചയായിട്ടും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അത് നമ്മൾ ഓൾറെഡി ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സിലും പറഞ്ഞ പോയിന്റ് തന്നെയാണ്, പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. അടുത്തതോ തേർഡ് പോയിന്റ് പറയുന്നത്, നമ്പർ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് വിച്ച് അണ്ടർറൈറ്റേഴ്സ് ഹാവ് എഗ്രീഡ് ടു സബ്സ്ക്രൈബ് അബ്സല്യൂട്ട്ലി ഓർ കണ്ടീഷണലി ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ് ഇൻ ദ പ്രോസ്പെക്ടസ്. അതേപോലെ പ്രോസ്പെക്ടസിൽ ഒരു കാര്യം കൂടി ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. എത്ര നമ്പർ ഓഫ് ഷെയർസ് അല്ലെ എത്ര നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് ആണ് അവർ എഗ്രി ചെയ്തിരിക്കുന്നത്, ടേക്ക് ഓവർ ചെയ്തോളാം എന്ന് എഗ്രി ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ അവിടെ പ്രോസ്പെക്ടസിൻ്റെ ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സിൽ പറഞ്ഞതാണ്. എത്ര നമ്പർ ഓഫ് ഷെയർസ് അല്ലെ എത്ര നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് അൺറൈറ്റ് ചെയ്തിട്ടുണ്ട്, അവരെത്രയാണ് എഗ്രി ചെയ്തിരിക്കുന്നത്, അത് അബ്സല്യൂട്ട്ലി ഇത്ര നമ്പർ ഓഫ് ഷെയർസ് ടേക്ക് ഓവർ ചെയ്തോളാം, അല്ലെങ്കിൽ കണ്ടീഷണലി, അല്ലെങ്കിൽ പബ്ലിക് വാങ്ങിച്ചതിന് ശേഷം ബാക്കി വരുന്ന ഇത്ര ഷെയർസ് എന്നൊക്കെയുള്ള രീതിയിൽ അവിടെ സ്പെസിഫിക്കലി എന്താണോ മെൻഷൻ ചെയ്തിട്ടുള്ളത്, എത്ര നമ്പർ ഓഫ് ഷെയർസോ ഡിബഞ്ചറാണ് ഏറ്റെടുക്കാമെന്ന് അവർ എഗ്രി ചെയ്തിരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട കണ്ടീഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പ്രോസ്പെക്ടസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഫോർത്ത് പോയിന്റ് എന്താ പറയുന്നത്? എ കോപ്പി ഓഫ് ദ കോൺട്രാക്ട് റിഗാർഡിംഗ് ദ പേയ്മെൻറ്റ് ഓഫ് ദ കമ്മീഷൻ ഷുഡ് ബി ഡെലിവേർഡ് ടു ദ രജിസ്ട്രാർ. അതായത് കമ്മീഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട്, അണ്ടർറൈറ്ററിന് കമ്മീഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺട്രാക്റ്റ് ഏതാണോ ഉള്ളത്, എഗ്രിമെൻറ്റ് എന്താണോ ഉള്ളത്, ആ എഗ്രിമെൻറ്റിൻ്റെ ഒരു കോപ്പി ആർക്കൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കണം? രജിസ്ട്രാറിനും കൂടി ഡെലിവറി ചെയ്തിരിക്കണം, രജിസ്ട്രാറിനോട് സബ്മിറ്റ് ചെയ്തിരിക്കണമെന്നാണ് പറയുന്നത്. അടുത്തത്, ദ കമ്മീഷൻ ഈസ് ഓൺലി പേയബിൾ ഇഫ് ദ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ആർ ഓഫേർഡ് ടു ദ ജനറൽ പബ്ലിക്. ജനറൽ പബ്ലിക്കിന് ഷെയർസ് ഓർ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന കേസിൽ മാത്രം എന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന അണ്ടർറൈറ്റിങ്ങിലോട്ടും അണ്ടർറൈറ്ററിൻ്റെ കമ്മീഷൻ കൊടുക്കുന്ന കാര്യത്തിലോട്ടും ഒക്കെ പോയാൽ മതി. ഇനി അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ ഏത് കേസിൽ കൊടുക്കേണ്ട ആവശ്യമില്ലെന്നാണ് അപ്പോൾ ഉദ്ദേശിക്കുന്നത്. നോ അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ can be paid if the issue is പ്രൈവറ്റ്ലി പ്ലേസ്ഡ്. ഇഷ്യൂ നമുക്ക് എന്താണ്, പ്രൈവറ്റ് പ്ലേസ്മെൻ്റ് ഒക്കെ നടത്താം, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സും അല്ലെങ്കിൽ സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്കും ഒക്കെ കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ പ്രൈവറ്റ്ലി പ്ലേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് എന്നുണ്ടെങ്കിൽ, പ്രൈവറ്റ് പ്ലേസ്മെൻ്റ് ആണ് കണ്ടക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ അണ്ടർറൈറ്ററിൻ്റെ കമ്മീഷനൊന്നും കൊടുക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. എപ്പോൾ മാത്രമേ അണ്ടർറൈറ്ററിൻ്റെ കമ്മീഷൻ്റെ പേയ്മെൻറ്റ് വരുന്നുള്ളൂ? പബ്ലിക് ഇഷ്യൂ, ജനറൽ പബ്ലിക്കിന് നടത്തുന്ന കേസിൽ മാത്രമേ, ഷെയർസോ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന കേസിൽ മാത്രം കമ്മീഷൻ, അണ്ടർറൈറ്ററിൻ്റെ കമ്മീഷൻ കൊടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ പേയ്മെൻറ്റ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണ് എന്നാണ് പറഞ്ഞത്. നമ്മൾ 5 പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് സെബിയുടെ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ് അണ്ടർറൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബിയുടെ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആസ് പെർ സെബി ഗൈഡ് ലൈൻസ്, ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? അണ്ടർറൈറ്റിംഗ് ഈസ് മാൻഡേറ്ററി ഫോർ ദ ഫുൾ ഇഷ്യൂ ആൻഡ് മിനിമം റിക്വയർമെൻറ്റ് ഓഫ് 90% സബ്സ്ക്രിപ്ഷൻ ഈസ് ഓൾസോ മാൻഡേറ്ററി ഫോർ ഈച്ച് ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ ടു ദ പബ്ലിക്. പബ്ലിക്കിന് ഒരു ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്ന കേസിൽ ഒരു 90% സബ്സ്ക്രിപ്ഷൻ കിട്ടണമെന്ന് ഉള്ളത് മാൻഡേറ്ററി ആണ്. അതിനെയാണ് നമ്മൾ മിനിമം സബ്സ്ക്രിപ്ഷൻ ക്ലോസ് എന്ന് പറയുന്നത്. അതേപോലെ ഫുൾ ഇഷ്യൂ, പബ്ലിക് ഇഷ്യൂ നടത്തുന്ന ടൈമിൽ ഫുൾ ഇഷ്യൂ മാൻഡേറ്ററി ആയിട്ട് അണ്ടർറൈറ്റ് ചെയ്തിരിക്കണം എന്നുള്ള ഒരു കാര്യം കൂടി സെബിയുടെ ഗൈഡ് ലൈൻസിൽ പറയുന്നുണ്ട്. ആ ഒരു റിസ്ക് അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് ബെറ്റർ. ഇനി ഇങ്ങനെ ഒരു കേസിൽ മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇഫ് ദ മിനിമം സബ്സ്ക്രിപ്ഷൻ ഓഫ് 90% ഓഫ് ദ ഓഫർ ടു ദ പബ്ലിക് ഈസ് നോട്ട് റിസീവ്ഡ്, ദ എൻറ്റയർ എമൗണ്ട് റിസീവ്ഡ് ആ സബ്സ്ക്രിപ്ഷൻ വുഡ് ഹാവ് ടു ബി റീഫണ്ടഡ് ഇൻ ഫുൾ. അപ്പോൾ എന്ത് ചെയ്യേണ്ട വരും? 90% സബ്സ്ക്രിപ്ഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പബ്ലിക്കിന് എന്ത് ചെയ്യേണ്ട വരും? പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് സബ്സ്ക്രിപ്ഷൻ കിട്ടിയ എമൗണ്ട് മുഴുവൻ അവർക്ക് തന്നെ റീഫണ്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു ഡേയ്സ് തൊട്ടടുത്ത പോയിന്റിൽ പറയുന്നുണ്ട്, ഇത്ര ഡേയ്സിനുള്ളിൽ തന്നെ റീഫണ്ട് ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഈ മിനിമം സബ്സ്ക്രിപ്ഷൻ എൻഷുർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പബ്ലിക്കിൻ്റെ കയ്യിൽ നമുക്ക് ഈ ഒരു 90% ഇഷ്യൂ ചെയ്ത എമൗണ്ടിൻ്റെ ഒരു 90% നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കേസിൽ, എമൗണ്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എൻറ്റയർ എമൗണ്ട് റിസീവ്ഡ് ആ സബ്സ്ക്രിപ്ഷൻ, നമുക്ക് ഇതുവരെ കിട്ടിയ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് എത്രയാണോ അത് ഫുള്ളും റീഫണ്ട് ചെയ്തിരിക്കണം എന്നാണ് സെബിയുടെ ഗൈഡ് ലൈൻസിൽ പറയുന്നത്.
ഇനി അടുത്ത പോയിന്റ് എന്താ പറയുന്നത്, ബി എന്ന് പറയുന്ന പോയിന്റിൽ ഇൻ കേസ് ദ ഇഷ്യൂ ഈസ് അൺറിട്ടൺ ആൻഡ് ഇഫ് ദ കമ്പനി ഡസ് നോട്ട് റിസീവ് 90% ഓഫ് ദ ഇഷ്യൂഡ് ക്യാപിറ്റൽ ഫ്രം പബ്ലിക് സബ്സ്ക്രിപ്ഷൻ പ്ലസ് ദ അക്സെപ്റ്റഡ് ഡിവോൾവ്മെൻറ്റ് ഫ്രം അൺറൈറ്റേഴ്സ്. അതായത് അൺറൈറ്റ് ചെയ്യുന്നു, ഇഷ്യൂ അൺറൈറ്റ് ചെയ്തിട്ടുണ്ട് കമ്പനി ഓൾറെഡി, പക്ഷേ അത് ഫുള്ളി അൺറൈറ്റൺ ആവണം നിർബന്ധമൊന്നുമില്ലല്ലോ. ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഫേം അൺറൈറ്റിംഗ് മാത്രമാണോ പാർഷ്യലാണോ എന്നുള്ളൊരു കേസിലൊക്കെ ചിലപ്പം അൺറൈറ്റിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അൺറൈറ്ററിൻ്റെ എഗ്രിമെൻ്റ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അൺറൈറ്ററിൻ്റെ ഒബ്ലിഗേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കി പബ്ലിക് സബ്സ്ക്രിപ്ഷനും കൂടെ ആഡ് ചെയ്തിട്ട് 90% വരുന്നില്ലാത്ത കേസിൽ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്, ഇറ്റ് ഷുഡ് ബി റീഫണ്ടഡ് വിത്തിൻ 120 days ഫ്രം ദ ഡേറ്റ് ഓഫ് ഓപ്പണിംഗ് ഓഫ് ദ ഇഷ്യൂ. അപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ്റെ ഫുൾ എമൗണ്ടും നമുക്ക് റിസീവ് ചെയ്ത കമ്പനിക്ക് കിട്ടിയ സബ്സ്ക്രിപ്ഷൻ്റെ ഫുൾ എമൗണ്ടും കമ്പനി എന്ത് ചെയ്തേക്കണം, റീഫണ്ട് ചെയ്യണം, ഫുള്ളായിട്ട് റീഫണ്ട് ചെയ്യണം. അതിൻ്റെ ടൈമും കൂടെ പറയുകയാണ് വിത്തിൻ 120 days ഫ്രം ദ ഡേറ്റ് ഓഫ് ഓപ്പണിംഗ് ഓഫ് ദ ഇഷ്യൂ ഓപ്പൺ ചെയ്ത ഡേറ്റ് എന്നാണോ അന്ന് മുതൽ കാൽക്കുലേറ്റ് ചെയ്യുക. 120 daysനുള്ളിൽ നമ്മൾ ഫുൾ എമൗണ്ട് റിസീവ് ചെയ്തത് റീഫണ്ട് ചെയ്തിട്ടുണ്ടാവണം എന്നാണ് സെബിയുടെ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്താ, സി എന്ന് പറയുന്ന പോയിന്റിൽ ദ ലീഡ് മാനേജർ ഓർ മാനേജേഴ്സ് മസ്റ്റ് സാറ്റിസ്ഫൈ ദംസെൽസ് അബൌട്ട് ദ നെറ്റ്വർത്ത് ഓഫ് ദ അണ്ടർറൈറ്റേഴ്സ് ആൻഡ് ഔട്ട്സ്റ്റാൻഡിംഗ് കമ്മിറ്റ്മെൻറ്റ്സ് ആൻഡ് ഡിസ്ക്ലോസ് ദ സെയിം ടു സെബി. ലീഡ് മാനേജേഴ്സ് പോലെ കമ്പനിയുടെ ഈ അണ്ടർറൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട അല്ലെ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട പല ആളുകളെയും അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്. അതിലെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു പാർട്ടിയാണ് ലീഡ് മാനേജേഴ്സ് എന്ന് പറയുന്നത്. ആ ലീഡ് മാനേജർ എന്ത് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്, അൺറൈറ്ററിൻ്റെ നെറ്റ്വർത്ത് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിരിക്കണം. അഥവാ ഈ ഒരു ഒബ്ലിഗേഷൻ ഏറ്റെടുക്കേണ്ട വന്നാൽ അതൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു പേഴ്സൺ ആണോ അൺറൈറ്റർ ചെക്ക് ചെയ്യേണ്ട ഒരു ബാധ്യതയും കൂടെ ഉണ്ട് അല്ലെ പിന്നീട് അത് റിസ്ക് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഫുൾ ഫ്രീ ആണ് കമ്പനി, ഫുൾ സബ്സ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും അൺറൈറ്ററിന് ആ ഒരു ബാധ്യത ഏറ്റെടുക്കാൻ, ആ ഒരു റിസ്ക് ഏറ്റെടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ബാക്കി എന്തെങ്കിലും ഇഷ്യൂസിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. സോ അങ്ങനെയുള്ള ഇഷ്യൂസ് മുന്നോട്ടുണ്ടാവാതിരിക്കാൻ തീർച്ചയായിട്ടും അണ്ടർറൈറ്ററിൻ്റെ നെറ്റ്വർത്ത് എത്രയാണ്, അതിൻ്റെ എത്രത്തോളം വാല്യൂ ഉള്ള അല്ലെങ്കിൽ കപ്പാസിറ്റി ഉള്ള ഒരു പേഴ്സൺ ആണ് എന്ന് അദ്ദേഹം എന്ത് ചെയ്തിരിക്കണം, ലീഡ് മാനേജേഴ്സ് വെരിഫൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് കമ്മിറ്റ്മെൻറ്റ്സ്, എന്തെങ്കിലും ഫർദർ കമ്മിറ്റ്മെൻറ്റ്സുകൾ അദ്ദേഹത്തിനുണ്ടോ, ഔട്ട്സ്റ്റാൻഡിങ് കമ്മിറ്റ്മെൻറ്റ്സുകളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് അത് ആർക്ക് സബ്മിറ്റ് ചെയ്യണം, അതിൻ്റെ ഡീറ്റെയിൽ സെബിക്ക് സബ്മിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് ഡി എന്ന് പറയുന്ന പോയിന്റിൽ എന്താ പറയുന്നത്, ദ അൺറൈറ്റിംഗ് എഗ്രിമെൻറ്റ്സ് മേ ബി ഫയൽഡ് വിത്ത് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതേപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഈ അൺറൈറ്റിങ്ങിൻ്റെ എഗ്രിമെൻറ്റും കൂടി ഫയൽ ചെയ്യേണ്ടത് ആവശ്യമാണ്. എല്ലാം സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെ സെബി എന്താണ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റൽ അതോറിറ്റി ഓഫ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റാണ് അല്ലേ. ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ റെഗുലേറ്ററി ബോഡിയാണ്. അത്രയും പവർഫുള്ളായിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസിലൂടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. എത്രയൊക്കെ ക്രാഷ് ഏതെല്ലാം കാര്യങ്ങളുണ്ടായാലും സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ പവർഫുള്ളായിട്ട് കൺട്രോൾ ചെയ്ത് പോകുന്ന റെഗുലേറ്ററി ബോഡി കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള റൂൾസും പ്രൊസീജിയറും ഒക്കെ ഫോളോ ചെയ്യുന്നത്. ഈ ഒരു കാരണം കൊണ്ടാണ് സെബിയുടെ ആ ഒരു ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ എന്നുള്ള എയിം വെച്ച് തന്നെ ആണ്. നെക്സ്റ്റ് ഫോളോയിങ് റേറ്റ്സ് ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ ആർ ഇൻ ഫോഴ്സ്. അതായത് ഇക്വിറ്റി ഷെയർസിന് എത്ര എമൗണ്ട് ആണ് മാക്സിമം പോയാൽ എത്രയാണ് അൺറൈറ്ററിൻ്റെ കമ്മീഷനായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഡീറ്റെയിൽ ആണ് ഈ ഒരു കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. അൺറൈറ്ററിന് ഇക്വിറ്റി ഷെയറിൻ്റെ കേസിൽ 2.5% കൊടുക്കാം. പിന്നെ ഫോർ എമൗണ്ട് അപ് ടു 5 lakh വരെയുള്ള പ്രിഫറൻസ് ഷെയറോ കൺവേർട്ടബിൾ അല്ലെങ്കിൽ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചറോ ആണെങ്കിൽ അവിടെയും മാക്സിമം 2.5 കൊടുക്കാം. എക്സസ് ഓഫ് 5 lakh rupeesൻ്റെ ഇഷ്യൂ ആണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ ഷെയർസ് ഓർ പ്രിഫറൻസ് ഷെയർസ് ഓർ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സിൻ്റെ ഒക്കെ കേസിൽ മാക്സിമം 2% ആയിരിക്കണം എന്ത് ചെയ്യുന്നത് അൺറൈറ്ററിന് കമ്മീഷൻ കൊടുക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നോർമലി നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാകും മാക്സിമം ഒരു ലിമിറ്റ് സെബിയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് എത്രയാണ് പറയുന്നതെന്നും കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്നേ ഉള്ളൂ. ഇനി നോട്ട്സായിട്ട് താഴെ പറയുന്ന ഒരു കാര്യം കൂടെ നോക്കിക്കോളാം. ദ റേറ്റ്സ് ഓഫ് അൺറൈറ്റിംഗ് കമ്മീഷൻ ഗിവൺ എബോവ് ആർ ദ മാക്സിമം. ഇത് മാക്സിമം ലെവലാണ് തന്നിരിക്കുന്നത്. കമ്പനി ആയിരിക്കും ഇതിൻ്റെ ഇടയിലുള്ള ഒരു റേറ്റ് അൺറൈറ്ററുമായിട്ട് ഒന്ന് നെഗോഷിയേറ്റ് ചെയ്ത് ഫിക്സ് ചെയ്യുന്നത്. അതേപോലെ ഒരു പോയിന്റോട് ലാസ്റ്റ് പറയുന്നത് എന്താ, നോ അൺറൈറ്റിംഗ് കമ്മീഷൻ ഈസ് പെയ്ഡ് ഓൺ ദ എമൗണ്ട് ഓഫ് ഷെയർസ് ടേക്കൺ ബൈ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ്, എംപ്ലോയീസ്, ഡയറക്ടേഴ്സ് ആൻഡ് ദർ ഫ്രണ്ട്സ് ആൻഡ് ബിസിനസ് അസോസിയേറ്റ്സ്. അപ്പം കമ്പനിയുടെ ഷെയർസ് പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് അവിടുത്തെ തന്നെ എംപ്ലോയീസോ ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ബിസിനസ് അസോസിയേറ്റ്സോ ഒക്കെയാണ് ടേക്ക് ഓവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് അൺറൈറ്റിംഗ് കമ്മീഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് അൺറൈറ്റിംഗ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് പറയാനായിട്ടുള്ളത് ബ്രോക്കറേജ് അല്ലെങ്കിൽ മാനേജേഴ്സ് ഫീ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട അടുത്ത 1-2 പാർട്ടീസ് വരാൻ സാധ്യതയുള്ളത് ആരൊക്കെയാണ്?
മാക്സിമം ഇങ്ങനെയുള്ള കുറച്ച് ആളുകളിലൂടെ വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഫീ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ ഗൈഡ് ലൈൻസ് എന്താ പറയുന്നതെന്നും കൂടെ പറഞ്ഞു പോവാണ്. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മനസ്സിലാക്കിയിരുന്നാൽ മതിയാവും. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വലുതായിട്ട് ഇങ്ങനെ ചോദിക്കുന്ന പോർഷനൊന്നും അല്ല, എങ്കിലും നമുക്ക് മൊത്തത്തിൽ ഈ ഒരു പോർഷൻ കവർ ചെയ്ത് പോകാനായിട്ട് നോക്കാം. അടുത്തത് ബ്രോക്കറേജ് ആൻഡ് ഫീസ് ഓഫ് മാനേജേഴ്സ് ടു ദ ഇഷ്യൂ എന്നുള്ള ടോപ്പിക്കാണ്. ആരാ ബ്രോക്കർ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ബ്രോക്കറിന് കൊടുക്കുന്ന ആ ഒരു റെമ്യൂണറേഷന് പറയുന്ന പേരാണ് ബ്രോക്കറേജ് എന്നും പറഞ്ഞു. ബ്രോക്കറേജ് ക്യാൻ ബി പെയ്ഡ് ടു ദ ബ്രോക്കേഴ്സ്. അപ്പോൾ ബ്രോക്കേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷനാണ് ബ്രോക്കറേജ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്താ? ഹു ഡീൽ ഇൻ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ആൻഡ് ഹൂസ് ബിസിനസ് ഇൻക്ലൂഡ്സ് ദ പ്രൊക്യൂറിംഗ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഫോർ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. ഒരു പബ്ലിക് ഇഷ്യൂ നടത്തുന്ന ടൈമിൽ ഈ ഷെയർ വാങ്ങാൻ പബ്ലിക് ആവശ്യമാണ് അല്ലേ, പബ്ലിക്കിനെ അവൈലബിൾ ആക്കുന്ന അല്ലെ, പബ്ലിക് ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി അവരെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളാണ് ആര്? ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രോക്കേഴ്സ് വഴി, ഈ ഒരു ഏജൻറ്റ് വഴി കമ്പനി എന്താണ് ഉദ്ദേശിക്കുന്നത്? കമ്പനിയുടെ ഷെയർസ് മാക്സിമം പബ്ലിക്കിലേക്ക് എത്തിക്കണം, അല്ലെ പബ്ലിക് അത് വാങ്ങണം. അതിനു വേണ്ടി ഒരു ഇൻ്റർമീഡിയറി ആയിട്ട് ആക്ട് ചെയ്യുന്ന വ്യക്തിയാണ് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്. അല്ലാതെ ഇവരല്ല എന്ത് ചെയ്യുന്നത്, പബ്ലിക്ക് വാങ്ങിയില്ലെങ്കിൽ ഞങ്ങളത് വാങ്ങിച്ചോളാം എന്ന് പറയുന്ന അണ്ടർറൈറ്ററിനെ പോലെയല്ല ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ജസ്റ്റ് ഇവരുടെ ഡ്യൂട്ടി എന്താ? പ്രൊക്യൂറിംഗ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഫോർ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഫോർ ദ കമ്പനി. കമ്പനീൻ്റെ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് കമ്പനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബേഴ്സിനെ പ്രൊക്യൂർ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഡ്യൂട്ടി. ഇവർ ഈ ചെയ്യുന്ന സർവീസിന് കൊടുക്കുന്ന റെമ്യൂണറേഷനാണ് ബ്രോക്കറേജ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ക്യാൻ ബി പെയ്ഡ് ഇൻ അഡീഷൻ ടു ദ പേയ്മെൻറ്റ് ഓഫ് അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ. അപ്പം അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ കൂടാതെ ബ്രോക്കറേജ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ബ്രോക്കേഴ്സിന് കൊടുക്കുന്നത് എന്താണ്? ബ്രോക്കറേജ് ആണ്. അടുത്ത ബ്രോക്കറേജുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ് പേയ്മെൻറ്റും അതിൻ്റെ ഡീറ്റെയിൽ എന്നാണ് ഇനി പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് പറയുന്നത്, ഇറ്റ് ഈസ് ഫിക്സഡ് അറ്റ് 1.5% ഇൻ റെസ്പെക്ട് ഓഫ് ഓൾ ടൈപ്സ് ഓഫ് പബ്ലിക് ഇഷ്യൂ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് വെദർ ദ ഇഷ്യൂ ഈസ് അൺറിട്ടൺ ഓർ നോട്ട്. ഒരു ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്, പബ്ലിക് ഇഷ്യൂ നടത്തുന്നതെന്നുണ്ടെങ്കിൽ അത് അൺറൈറ്റ് ചെയ്തതാണെങ്കിലും അല്ലെങ്കിലും മാക്സിമം കൊടുക്കേണ്ട ബ്രോക്കറേജ് എന്ന് പറയുന്നത് എത്രയാണ്? 1.5 ആണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അടുത്തത്, ദ മെയിലിംഗ് കോസ്റ്റ് ആൻഡ് അതർ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസസ് ഫോർ ക്യാൻവാസിങ് ദ പബ്ലിക്കിനെ ക്യാൻവാസ് ചെയ്യുന്നതിന് വേണ്ടി ബാക്കിയൊക്കെ ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റായിട്ടും മെയിലിംഗ് കോസ്റ്റായിട്ടും ഒക്കെ വരുന്ന ബാക്കി എക്സ്പെൻസ് എല്ലാം ആര് തന്നെ സഹിക്കേണ്ടതാണ്? ആര് തന്നെ ബോൺ ചെയ്യണം? ബ്രോക്കേഴ്സ് തന്നെയാണ് ചെയ്യേണ്ടത്. എ ക്ലോസ് ടു ദിസ് എഫക്ട് മസ്റ്റ് ബി ഗിവൺ ഇൻ ദ എഗ്രിമെൻറ്റ്. പക്ഷേ ഇത് പ്രത്യേകം എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടും ഉണ്ടാവണം ഈ ഒരു കാര്യം. അതൊക്കെ ബ്രോക്കേഴ്സ് തന്നെയാണ് സഫർ ചെയ്യേണ്ടത്, ബോൺ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടാവണം. ദ ലിസ്റ്റഡ് കമ്പനീസ് ആർ allowed to pay brokerage on private placement of capital at the maximum rate of 0.5%. അപ്പോൾ ലിസ്റ്റഡ് കമ്പനീസ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നടത്തുന്ന ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സർവീസ് കൊടുക്കുന്ന ബ്രോക്കേഴ്സിന് ബ്രോക്കറേജ് കൊടുക്കേണ്ടത് മാക്സിമം 0.5% ആണ്. അടുത്ത ഫോർത്ത് പോയിന്റ് പറയുന്നത്, നോ ബ്രോക്കറേജ് വിൽ ബി പെയ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് പ്രൊമോട്ടേഴ്സ് കോട്ട ആസ് ഓൾറെഡി മെൻഷൻഡ് എബോ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പ്രൊമോട്ടേഴ്സാണ്, ഡയറക്ടേഴ്സാണ്, ആ കമ്പനിയുടെ തന്നെ ആൾക്കാരാണ് അത് ഏറ്റെടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ബ്രോക്കറേജോ അണ്ടർറൈറ്റിംഗ് കമ്മീഷനോ ഒന്നും കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ലാസ്റ്റ് പോയിന്റ്, നോ ബ്രോക്കറേജ് വിൽ ബി പെയ്ഡ് വെൻ ദ ആപ്ലിക്കേഷൻസ് ആർ മെയ്ഡ് ബൈ ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ ബാങ്ക്സ് അഗെയിൻസ്റ്റ് ദെയർ അണ്ടർറൈറ്റിംഗ് കമ്മിറ്റ്മെൻറ്റ്. അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ്റെ ഭാഗമായിട്ട് അണ്ടർറൈറ്റേഴ്സാണ് ഏറ്റെടുക്കുന്നതെന്നുണ്ടെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനും ബാങ്കും ഒക്കെ അണ്ടർറൈറ്റർ ആകാമല്ലോ. അങ്ങനെ അണ്ടർറൈറ്റേഴ്സാണ് ഏറ്റെടുക്കുന്നതെന്നുണ്ടെങ്കിലും അതിനും ബ്രോക്കറേജ് കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് കൊടുക്കുന്നത് എന്താ? അണ്ടർറൈറ്റിംഗ് കമ്മീഷനാണ്. ഇത്രയുമാണ് ബ്രോക്കറേജുമായി ബന്ധപ്പെട്ട മെയിനായിട്ടുള്ള പോയിന്റ്സുകൾ പറയാനുള്ളത്. അടുത്തത്, ഫീസ് ഓഫ് ദ മാനേജേഴ്സ് ടു ദ ഇഷ്യൂ. അടുത്തൊരു പാർട്ടിയാണ്, വൺ ഓഫ് ദ ഇഷ്യൂമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പബ്ലിക് ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അനദർ പാർട്ടിയാണ് മാനേജേഴ്സ് ടു ദ ഇഷ്യൂ എന്ന് പറയുന്നത്. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇതിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും ഒക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഓരോ വ്യക്തികളാണ് ലീഡ് മാനേജേഴ്സ് ടു ദ ഇഷ്യൂ ഒക്കെ. അപ്പോൾ അതിലൊരു പാർട്ടിയാണ് മാനേജേഴ്സ് ടു ദ ഇഷ്യൂ. അപ്പോൾ അവരുടെ ഫീ പേയ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ ആണ് അടുത്ത പറയുന്നത്. ഫീ ഓഫ് managers to the issue. Though the companies are free to appoint one or more agencies as managers to the issue, but the aggregate amount as fee to such person shall not exceed the following limits. അപ്പോൾ ഒരു കമ്പനിക്ക് അവരുടെ ഇഷ്ടം അനുസരിച്ച് ആ ഒരു നടത്തുന്ന ഇഷ്യൂവിൻ്റെ ഒക്കെ സൈസൊക്കെ അനുസരിച്ച് എത്ര പേരെ വേണമെങ്കിലും മാനേജേഴ്സ് ടു ദ ഇഷ്യൂ ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം, ഒന്നോ അതിൽ കൂടുതൽ ആളുകളൊക്കെ അപ്പോയിൻറ്റ് ചെയ്യാം. പക്ഷേ ടോട്ടൽ ഇവർക്ക് എല്ലാവർക്കും കൂടെ കൊടുക്കുന്ന ഫീ എന്ന് പറയുന്നത് ഈ താഴെ പറയുന്ന ലിമിറ്റിന് എക്സീഡ് ചെയ്യാൻ, ലിമിറ്റിലും കൂടുതലാകാനായിട്ട് പാടില്ല. അത്രയേ ഉള്ളൂ കണ്ടീഷൻ. ഫസ്റ്റ് വൺ എന്താ? ഫോർ ഇഷ്യൂ അപ് ടു 5 crores, 5 കോടി വരെയുള്ള ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം എല്ലാവർക്കും കൂടെ കൊടുക്കുന്ന പെർസെൻറ്റേജ് എത്രയായിരിക്കണം? 0.5% ആയിരിക്കണം. അടുത്ത ഫോർ ഇഷ്യൂ ഓവർ 5 crores, അപ്പോൾ 5 കോടി വരെയുള്ളതിനാണ് 0.5. 5 കോടിയിലും കൂടുതലാണ് ഇഷ്യൂവിൻ്റെ വാല്യൂ എന്നുണ്ടെങ്കിൽ, ഇഷ്യൂ പ്രൈസ് എന്നുണ്ടെങ്കിൽ പെർസെൻറ്റേജ് എങ്ങനെയാണ്? 0.2 ആണ് പെർസെൻറ്റേജ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ദെൻ സച്ച് ഫീ ഷാൽ നോട്ട് ബി പെയ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് ദ ഫോളോയിങ്. താഴെ പറയുന്ന കേസുകളിൽ ഈ മാനേജേഴ്സ് ടു ദ ഇഷ്യൂവിൻ്റെ ഫീ കൊടുക്കേണ്ട ആവശ്യവും ഇല്ല. ഏതൊക്കെയാണ്? എമൗണ്ട് എഗ്രീഡ് ടു ബി ടേക്കൺ ബൈ ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് ഇൻവെസ്റ്റേഴ്സ് ഓർ അണ്ടർറൈറ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സ് ആയിട്ടോ അണ്ടർറൈറ്റേഴ്സ് ആയിട്ടോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയാണ് ഈ ഷെയർസ് ടേക്ക് ഓവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഈ മാനേജേഴ്സ് ടു ദ ഇഷ്യൂവിൻ്റെ ഫീ ആയിട്ട് പേയ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രൊമോട്ടേഴ്സ് കോട്ട ഓഫ് ക്യാപിറ്റൽ ഓൾറെഡി പറഞ്ഞല്ലോ, പ്രൊമോട്ടേഴ്സ് തന്നെയാണ് ക്യാപിറ്റൽ ടേക്ക് ഓവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ
അത് അൺറൈറ്ററിൻ്റെ കാൽക്കുലേഷനിലോ ബ്രോക്കറേജിൻ്റെ കാൽക്കുലേഷനിലോ ഈ പറയുന്ന മാനേജേഴ്സ് ടു ദ ഇഷ്യൂൻ്റെ ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്ന കേസിലും എടുക്കേണ്ട. കാരണം അത് പ്രൊമോട്ടേഴ്സ് തന്നെയാണ് ഷെയർസ് ഡെക്കോർ ചെയ്തിരിക്കുന്നത്. ഇവരുടെ എഫേർട്ട് കൊണ്ടല്ല ബാക്കി സെയിലും കാര്യങ്ങളും നടക്കുന്നത്. ഓൺ എമൗണ്ട് ഓഫ് സബ്സ്ക്രൈബ്ഡ് ഓൺ റൈറ്റ് ബേസിസിൽ റൈറ്റ് ഇഷ്യൂ നടത്തുന്ന കേസിലും അങ്ങനെ നടത്തുന്ന സബ്സ്ക്രിപ്ഷനെയും ഈ ഒരു കാൽക്കുലേഷനിൽ മാനേജറിൻ്റെ ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്ന കേസിൽ എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ബ്രോക്കറേജുമായിട്ട് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇഷ്യൂ മാനേജേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അവരുടെ ഫീ പേയ്മെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയാനായിട്ടുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ ഇത് നമ്മുടെ ഇന്ന് ഡിസ്കസ് ചെയ്തത് അക്കൗണ്ടിങ് ഫോർ അൺറൈറ്റേഴ്സിൻ്റെ തന്നെ സെക്കൻഡ് ക്ലാസ് ആണ്. ഇതിൽ നമുക്ക് ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് വന്ന ബാക്കി തിയറി പോർഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി പ്രോബ്ലം ബേസ്ഡ് ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട കുറച്ച് തിയറി പ്രോബ്ലംസും ഇല്ലുസ്ട്രേഷൻസും ഒക്കെയാണ് നെക്സ്റ്റ് ക്ലാസ് മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.